സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ ആയി ചോദിക്കുന്ന എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എന്ന്. ഒരു സാധാരണ ഒരു വീട്ടമ്മയുടെ ദിവസമാണ്, വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, എണീക്കുമ്പോൾ കുറച്ച് ലേറ്റാവും, 8:30 ആയി. അപ്പോൾ എണീച്ചാൽ ഉടനെ കുളിച്ചിട്ട് കിച്ചണിൽ കയറാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇടയ്ക്കൊക്കെ അത് മുടങ്ങാറുണ്ട്, എന്നും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ എണീച്ചു. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നലെ കിടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് ബ്രഷിങ്ങും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ കയറിയിട്ടേ ഇല്ല. കുട്ടീസ് രണ്ടും നല്ല ഉറക്കമാണ്, കാരണം വെക്കേഷനല്ലേ. കിടന്നോട്ടെ, പാവമല്ലേ. 8:30 ആയി, ഞാൻ എണീച്ചപ്പോഴും 8:30 ആയി. ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തെ മാക്സിമം ഞാൻ ഇതിൽ കൂടെ കാണിക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും നിന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം തെറ്റും, നല്ല ലേറ്റാവും. എണീച്ചാവുന്ന എല്ലാത്തിനും ആയിരിക്കണം ഞാൻ കേൾക്കേണ്ടി വരും. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്, ഒരു ഗ്ലാസ് അല്ല, ഒരു മുന്ത വെള്ളം കുടിച്ച് തുടങ്ങാറാണ് പതിവ്. അപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തലേ ദിവസത്തെ മീൻകറിയാണേ, നമ്മൾ ചാള മുളകിട്ടത്. ഇത് നമുക്കൊന്ന് ചൂടാക്കണം. നമ്മൾ മുട്ടക്കറിയാണ് കാപ്പിക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായ മുട്ട നമുക്ക് ആദ്യം അതൊക്കെയാൻ വേണ്ടി വയ്ക്കാം. മുട്ടക്കറിയൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണേ. 4 പേർക്ക് 4. അരിപ്പുട്ടാണേ എനിക്ക് എപ്പോഴും ഇഷ്ടം. എന്തേ, അജ്മിയുടെ പുട്ടുപൊടിയാണ്, നല്ല അടിപൊളി പുട്ടാണ്. പരസ്യമൊന്നും അല്ല കേട്ടോ, ഞങ്ങളിവിടെ പൊതുവെ ഉപയോഗിക്കാറുള്ളത് അജ്മിയുടെ പുട്ടുപൊടിയാണ്. അടിപൊളി പുട്ടാണ്. അതുപോലെ കുഴയ്ക്കാനും എളുപ്പമാണേ. ഞാൻ വലിയ പാത്രം എടുത്തിട്ടാണ് പുട്ട് കുഴയ്ക്കാറ്. കുറച്ചധികം വെള്ളം ഇങ്ങനെ വീത്തി വെച്ചിട്ടേ അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും പുട്ടുപൊടി റെഡിയായി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് മുട്ടക്കറി. ഈടേ കിച്ചണായാലും കുഞ്ഞു കിച്ചണാണ്, പൂശിയിട്ടില്ല. നമുക്ക് പണി തീരാത്തൊരു വീടാണ്, പൂശാത്തൊരു വീടാണ്. ഷീറ്റാണ് മേളിൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സൗണ്ടൊക്കെ കേട്ടോ, എന്തെങ്കിലും കുഞ്ഞു സാധനം വീണോ തന്നെ വലിയ സൗണ്ടായിട്ടൊക്കെ കേൾക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ മുട്ടക്കറിക്കുള്ള ഉള്ളി നമ്മൾ അരിഞ്ഞെടുക്കാം. ഞാനേ ഉള്ളിയൊക്കെ എനിക്ക് കയ്യിൽ വെച്ച് അരിയാനാണ് കൂടുതൽ. ഏതോന്ന് വെച്ചാൽ സൗകര്യം. നിങ്ങൾക്ക് എങ്ങനെയാ, കട്ടിംഗ് ബോർഡ് വേണോ അതോ കൈയാണോ, എങ്ങനെയാ? ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ അരിയും. കുറച്ച് സമയം വെള്ളം വീത്തിയിട്ട് എടുത്തപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടി റെഡി, കറക്റ്റ് റെഡിയായേ. വെള്ളമില്ല ഒട്ടും. അപ്പം നമുക്കൊന്ന് മോട്ടർ അടിച്ചിട്ട് വരാം. വെള്ളം ഇല്ല, നമ്മൾ ഓഫ് ചെയ്തു. നമ്മൾ കിളിക്ക് കുടിക്കാൻ വേണ്ടി വല്ല വെള്ളമൊക്കെ വെച്ചാലേ കുഞ്ഞു കുഞ്ഞു ജീവികളും കാക്കകളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുക, നല്ലൊരു കാര്യമല്ലേ. അപ്പം നിങ്ങൾ ചെയ്യണം കേട്ടോ. നമ്മൾ അടുക്കള പരിപാടി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ, കറികളൊന്നും പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മൾ കളിക്കാൻ പോണേന്നല്ല എൻ്റെ വെച്ചിട്ട് ഓർക്കത്ത് നണീച്ചില്ല, അതിനുമ്പോ കളിയാ. ഓ, നമ്മളങ്ങനെയല്ല. നമ്മളൊരു ബാഗൊക്കെ തൂക്കിക്കൊണ്ട് അങ്ങോട്ട് പോകണം. ക്യാമ്പ് ചെയ്യാം. ക്യാമ്പാ? എവിടാ? ഈ വീട് നമ്മളെ കാടാകും. കാടാകുമോ? തെന്നൊക്കെ വിരിച്ച് കളിക്കും. എന്നാലും തെന്ന് വിരിച്ചപ്പോൾ കണ്ണെങ്കിൽ അതിനകത്ത് എല്ലാം കൂടെ അത് പൊട്ടിച്ചാണ്. ഇന്ന് അച്ഛനെ പറഞ്ഞില്ല, അപ്പൊ ഇന്ന് കളിച്ചു. 5 തവണ കടലിന്റെ കരാട്ട സ്റ്റെപ്പ് കാണിച്ചു.
സമയത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ പുറത്ത് എണ്ണയൊക്കെ ആവുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കാറുണ്ട്. അതിനുശേഷം അണ്ണനും കുട്ടീസും ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എല്ലാവരും ഉള്ള ദിവസം നമ്മളിങ്ങനെ തറയിൽ വളഞ്ഞിരുന്നാണ് കഴിക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൈബാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കഴിച്ചതിൻ്റെയും കുറേ പാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകിയതിന് ശേഷം അടുപ്പൊക്കെ ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കി അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്നുകൂടെ കഴുകിയൊക്കെ ഇറക്കിയതിന് ശേഷമാണ് ഞാൻ ഉച്ചത്തേക്ക് വേണ്ടി അരിക്ക് വെള്ളം അടുപ്പിലിട്ടത്. അതായത് ഗ്യാസ് തന്നെയാണ് നമ്മൾ കഞ്ഞി വയ്ക്കുന്നത്. തറയിരുന്ന് കഴിച്ചത് കാരണം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് തൂത്ത് വീട് ഫുള്ളും തൂത്ത് ഒതുക്കി വൃത്തിയാക്കിയതിന് ശേഷം അപ്പോഴേക്കും അരിക്കുള്ള വെള്ളം തിളച്ചു. പിന്നെ 3 അരി എടുത്ത് നമ്മളിങ്ങനെ കലത്തിന് ചുറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അരി ഇടാറ്. ഇത് മാമി ശീലിപ്പിച്ച ശീലമാണ്. ഞാനിപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അരിയൊക്കെ ഇട്ടു. പിന്നെ അത് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയത്ത് കുട്ടീസിന് അച്ചാമ്മേൻ്റെ വീട്ടിൽ, അതായത് മാമീൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന്. പിന്നെ കുട്ടീസ് 2 റെഡിയായി. ഇനി 2 ദിവസം ഇവർ കാണൂലല്ലോ എന്ന വിഷമത്തോടെ ഞാൻ അവരെ യാത്രയാക്കുകയാണ്. 2 പേരും കൂടെ പോയി. 2 പേരും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞ് വരും. ആ ഒരു സങ്കടമുണ്ട്. നമ്മൾ വീട്ടിനടുത്ത് ഇലക്ട്രിസിറ്റി ലൈന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വെച്ചിരിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെ സിമെൻറ്റിൽ വെള്ളമൊക്കെ നനച്ചു കൊടുത്തു. ആ പരിപാടിയും ഒരു വെള്ളയുണ്ട്. കാരണം ആരുമില്ല, പറമ്പായിട്ട് കിടക്കുന്നതാണേ. അവിടെ തേങ്ങ വീണ്, നമുക്ക് പറക്കിയിട്ട് വരാം. ഇതാണേ വെള്ള, തേങ്ങ വീണിട്ടുണ്ട്, നമുക്ക് പറക്കാം. ആരുമില്ല, നമുക്ക് പയ്യെ ഇറങ്ങി പറക്കാം. കണ്ടില്ല കേട്ടോ ഫ്രണ്ട്സ്, അപ്പുറത്തെ പുരയിടത്തിലാണെന്ന് തോന്നുന്നു. ഇവിടെ പപ്പായ നിൽപ്പുണ്ട്. നമുക്ക് ഇത് പറിച്ചുകൊണ്ട് വന്ന നാളെ കറി വയ്ക്കാം. പിഞ്ചാണേ, കുഴപ്പമില്ല, എന്നാലും തോരൻ വയ്ക്കാം നമുക്ക്. പപ്പായ കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച് പോയതാണ്, പക്ഷെ കിട്ടിയില്ല. പപ്പയ്ക്കയും കൊണ്ട് വരേണ്ടി വന്നു. അപ്പുറത്തെ പുരയിടത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്തെ പുരയിടമുണ്ട്, അവിടെ തേങ്ങ വീണതാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കിട്ടിയില്ല. പപ്പയ്ക്ക് കിട്ടി, കറി വയ്ക്കാം. അപ്പോൾ അടുത്ത വിളയിൽ നിന്ന് കിട്ടിയ പപ്പയ്ക്കയും കൊണ്ടുവന്ന് ഞാൻ അതിൻ്റെ തോടൊക്കെ ചെത്തി കളഞ്ഞിട്ട് നന്നായിട്ട് അതിന് അരിഞ്ഞ് തോരൻ വയ്ക്കാനുള്ള പരിപാടിയാണ്. നാളെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇന്ന് തന്നെ അങ്ങ് എടുത്തേക്കാന്ന് കരുതി. പിന്നെ ഞങ്ങളത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസത്തെ മീൻകറി ഉള്ളത് കാരണം നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. മീൻകറി ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും വേറെ ഒന്നും വേണ്ട. പിന്നെ അപ്പോഴേക്കും അരിയൊക്കെ വെന്തു. അത് ഞാൻ വടിച്ചു. നമ്മൾ തോരത്തിന് മിക്സിയിലൊന്നും അടിക്കാറില്ല കേട്ടോ. തേങ്ങയൊക്കെ ചിരകി അത് നമ്മൾ ചതച്ചെടുക്കാറാണ് പതിവ്. നമ്മുടെ ഇടിക്കല്ലിലിട്ട് ഇടിച്ചെടുക്കാറാണ് പതിവ്. അങ്ങനെ പപ്പയ്ക്ക് തോരനും വെച്ചു. ഫുൾ സെറ്റായി. വേറെ കറികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. നമുക്ക് മീൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ. പിന്നെ പപ്പയ്ക്ക് തോരനും ചോറ് പിന്നെ വടിച്ചൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് പൊരിക്കാൻ വെച്ചു. ഞങ്ങളിങ്ങനെ പൊരിക്കുക എന്നാണ് പറയുന്നത് ചോറിന്. അതായത് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ഞങ്ങൾ എല്ലാവരും അണ്ണമുള്ള ദിവസമൊക്കെ വൈബാണ് നമുക്ക്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഇരുന്നാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചത്തെ ലഞ്ച് പരിപാടിയും കഴിഞ്ഞു. പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കി. കാരണം തൂത്തിറക്കുന്ന ചവറ് മൊത്തം അവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഒന്നുകൂടി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയായി. ദേവക്കുട്ടൻ്റെ പരിപാടിയാണ് ഈ വിളക്ക് കത്തിപ്പൊക്കെ. പക്ഷേ ദേവക്കുട്ട ഇല്ലാത്ത കാരണം ഇന്ന് ഞാനാണ് ചെയ്യുന്നത്. ദേവക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് വിളക്കൊക്കെ കത്തിക്കാൻ. അങ്ങനെ വിളക്കൊക്കെ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് നേരെ വന്ന് വിളക്ക് ഒരുക്കാനായിട്ട് ഫുൾ സെറ്റ് ചെയ്തു. നല്ല ചെമ്പരത്തി പൂവൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ അതിനുശേഷം പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നിന്നു. നല്ല രസമാണ് ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ സന്ധ്യയ്ക്ക്. പക്ഷെ ചില സമയത്ത് ഞാൻ മടിക്കും. കുട്ടീസിന് ഭയങ്കര ഇഷ്ടമാണ്. ദേവക്കുട്ടി അടിപൊളിയായിട്ട് എന്നും അവൾ മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി ഒന്ന് സിറ്റിയിലേക്ക് ഒന്ന് പോയി കറങ്ങാനാണ്. അതായത് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. പകൽ പോകാനേ പറ്റത്തില്ല. കാരണം ബൈക്കായത് കാരണം ചുട്ടുപൊള്ളുന്ന വെയിലാണ്, കരിഞ്ഞു പോവും. അത് കാരണം ഞങ്ങൾ നൈറ്റ് ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അണ്ണനും കൂടെ ബൈക്കിൽ നേരെ വെച്ചു വിടുകയാണ്. രാമചന്ദ്രനാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അപ്പോൾ ഞങ്ങൾ നേരെ രാമചന്ദ്രനിലേക്ക് വന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അണ്ണനും അതെ, എനിക്കും എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ രാമചന്ദ്രനിലൊക്കെ മൊത്തത്തിൽ ഒന്ന് അടിച്ചു കറങ്ങി കുറച്ച് സാധനമൊക്കെ നമ്മൾ മേടിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളൊന്ന് കറങ്ങിയെന്ന് തന്നെ പറയാം. രാമചന്ദ്രനിൽ ഫുൾ സെക്ഷനിൽ കയറി. വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് സുഖമായിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഫുഡ് കോർട്ടിൽ ചെന്ന് നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഭയങ്കര ലോങ് ആയിപ്പോൾ. രാമചന്ദ്രൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ മൊത്തം
മൊത്തം പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. അടിപൊളി റോഡൊക്കെ വരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ നേരെ തിരിച്ച് വരികയാണ്. നൈറ്റ് റൈഡ് അടിപൊളിയാണ്. എനിക്ക് നൈറ്റ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പകലൊക്കെ ചൂടും ഒക്കെ ആയിരിക്കും, പക്ഷെ നൈറ്റ് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.